നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയില് വേദയും വിക്രവും നല്ല തണുപ്പൊക്കെ കൊണ്ട് അങ്ങനെ തേയിലത്തോട്ടത്തിന് നടുവിലിരിക്കുവാണ്. കാരണം അവർക്ക് പറയാൻ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് വേദ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. താനും ശ്രീയേട്ടനും ഒക്കെ എത്ര സന്തോഷത്തോടെ കുട്ടിക്കാലത്ത് കഴിഞ്ഞിരുന്നേ, അന്നൊക്കെ എത്ര സ്നേഹമായിരുന്നു. പക്ഷേങ്കിലും വളർന്നു കഴിഞ്ഞപ്പോഴാണ് അവരുടെയൊക്കെ ഉള്ളില് അങ്ങനെ വിഷവിത്ത് പൊട്ടിമുളച്ചെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പം വിക്രം പറഞ്ഞു, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് നീ ടെൻഷൻ അടിക്കേണ്ടെന്ന് പറഞ്ഞു. ടെൻഷൻ ഒന്നുമില്ല വിക്രം, എന്നാലും മനസ്സിൽ അതൊക്കെ ഓർത്ത് കഴിയുമ്പം സങ്കടം വരുന്നുണ്ട്. ശരിക്കും ഈ കമ്പനിക്കൊക്കെ വേണ്ടിയിട്ടല്ലേ ശ്രീയേട്ടൻ എന്നോട് ഇങ്ങനെ ഈ ക്രൂരതയൊക്കെ ചെയ്തേ? സ്വന്തം സഹോദരനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തില്ലേന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, സാരമില്ല പോട്ടെ, ഞാൻ ഒരിക്കലെങ്കിലും നിന്നോട് കമ്പനിയെക്കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. വേദ പറഞ്ഞില്ല, എനിക്ക് ഈ പറയുന്നതിലൊന്നും താല്പര്യമില്ലായിരുന്നു. പക്ഷേങ്കിൽ എന്നോട് ഈ കണ്ട ചതിയൊക്കെ ചെയ്തുകൊണ്ട് മാത്രമാണ് വിക്രം ഞാൻ ഇതിൻ്റെ പിന്നാലെ പോയത്. വിക്രം ആണെങ്കിലും ഞാനാണെങ്കിലും നമ്മൾ ഒതുങ്ങി കഴിയുമായിരുന്നല്ലോ. നമ്മൾ ആരുടെ ഒരു സ്വകാര്യതയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു കമ്പനി കാര്യങ്ങൾ പോലും നമ്മൾ നോക്കാൻ പോയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം ശ്രീയേട്ടൻ തന്നെയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും തട്ടിയെടുക്കണമെന്നൊരു ചിന്ത വന്നു കഴിഞ്ഞപ്പം എനിക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ടാണ് അവർ ഇങ്ങനെയെല്ലാം കാണിച്ചു കൂട്ടിയെന്ന് പറഞ്ഞു. വിക്രത്തിന് അച്ഛനെയൊക്കെ ഉപദ്രവിച്ച് അത് കേട്ടപ്പോൾ വിക്രത്തിന് നല്ല ദേഷ്യവും സങ്കടമൊക്കെ വന്നു. പിന്നീട് വിക്രം പറഞ്ഞു, പോട്ടെ, ഇനിയിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അത് ശരിയാ, വെറുതെ എന്തിനാ നമ്മളതൊക്കെ ഓർത്ത് ഇങ്ങനെ ഓരോ കാര്യത്തിനും ടെൻഷൻ അടിക്കണേന്ന് പറഞ്ഞു. പിന്നീട് ഓരോ കാര്യങ്ങളൊക്കെ അവർ കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ പറയണം. വേദ പറഞ്ഞു, എന്തൊക്കെയായിരുന്നു നേരത്തെ, എന്നെ കാണുമ്പോൾ തന്നെ ഒരു ദേഷ്യമല്ലായിരുന്നു. ഞാൻ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം കടിച്ച് തിന്നാൻ വരും, ഓർക്കുന്നുണ്ടോ? അച്ഛമ്മയുടെ എല്ലാവരുടെയും സമ്മതത്തോടു കൂടിയിട്ട് വീണ്ടും എൻ്റെ കഴുത്തിൽ താലി ചാർത്തിയത്. അപ്പോഴേക്കും വിക്രം പറഞ്ഞു, അതൊക്കെ അങ്ങനെ പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യമാണോന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പം എന്ത് പറ്റി? ഇപ്പോഴങ്ങനെയൊന്നും അല്ലല്ലോ. അതിപ്പം എനിക്ക് നിന്നെ ഇഷ്ടമായതുകൊണ്ടല്ലേ? പിന്നെ ഇഷ്ടമായതുകൊണ്ട് സത്യം എനിക്ക് നിന്നോടിപ്പോൾ ഭയങ്കര പ്രണയമാണെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, ശരിക്കും ഈ ആണുങ്ങളുണ്ടല്ലോ, അവർക്ക് പ്രണയം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടന്മാരാന്ന് പറഞ്ഞവര്. പൊട്ടന്മാരാ ആണുങ്ങളാ? പിന്നെ അതൊക്കെ നിന്റെ അവർ തോന്നലാന്ന് പറഞ്ഞു. ശരിക്കും അതെ വിക്രം, ശരിക്കും പൊട്ടന്മാർ തന്നെയാ. പക്ഷെ പെൺകുട്ടികൾ അങ്ങനെയല്ല, അവരൊരിക്കലും യാഥാർത്ഥ്യബോധം കൈവിടില്ല എന്ന് പറഞ്ഞു. പിന്നെ പ്രേമിക്കുമ്പോൾ യാഥാർത്ഥ്യബോധം കൈവിടാത്ത കുറച്ച് ആൾക്കാർ വന്നിരിക്കുന്നു. വേദ പറഞ്ഞു, സത്യമല്ലേ ഞാൻ പറയണമെന്ന് ചോദിച്ചു. സത്യമൊന്നും അല്ല. ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു, പ്രേമിക്കണ സമയത്തെ എന്ത് പറഞ്ഞാലും വിക്രം അനുസരിക്കില്ലേന്ന് ചോദിച്ചു. അത് ഞാൻ പ്രേമിച്ച് നടന്നിട്ടില്ലോ. ഇപ്പോഴെന്നോട് പ്രേമമില്ലേ? ആര് പറഞ്ഞു പ്രേമമുണ്ടെന്ന്? അപ്പം മുമ്പ് പ്രണയമുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് വെറുതെ അതിൻ്റെ തമാശന് പറഞ്ഞില്ലേ? പിന്നെ തമാശന് പറഞ്ഞേ. തമാശനൊന്നും അല്ലെന്നുള്ള കാര്യം എനിക്കറിയാം, സത്യമായിട്ടുള്ള കാര്യം തന്നെയാ. ഇനിയിപ്പം അത് ഇനി ഇല്ലയെന്ന് പറയാനും നോക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്ക് വിക്രമൻ ശരിയാ, കാരണം പ്രേമിക്കുന്ന സമയത്ത് പ്രേമത്തിന് കണ്ണും മൂക്കുകളെന്ന് പറയില്ലേ എന്ന് പറഞ്ഞ പോലെയാ. ചിലപ്പോൾ പ്രേമം നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞു. വേദ പറഞ്ഞു, അതെനിക്ക് മനസ്സിലായി, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാന്ന് പറഞ്ഞു. എങ്ങനെ മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറഞ്ഞു. ഞാനില്ലാതെ വിക്രുവിന് ഇനി ഒരു ദിവസം പോലും താമസിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വിക്രം ചോദിച്ചു, അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് എന്തൊക്കെ ഡയലോഗ് അതിനു മുമ്പ് വിട്ടുകൊണ്ടിരുന്നേ? നീ എൻ്റെ ആരുമല്ല, ഓർക്കുന്നുണ്ടോ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ പിന്നീട് വേദയോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്നോട് എപ്പോഴേ ഇഷ്ടം തോന്നി തുടങ്ങിയെന്നൊക്കെ. വേദ പറഞ്ഞു, ഞാൻ ആ വീട്ടിൽ വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ചെറിയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ ഓർക്കുന്നുണ്ടോ ആ കാട്ടിലൂടെ നമ്മൾ പോയത്, നമ്മൾ രണ്ടുപേരും തനിച്ചായിട്ട്? അന്നൊക്കെ എനിക്ക് വിക്രത്തോട് ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ തുറന്ന് പറയാനായിട്ട് ഒരു മടിയായിരുന്നു പറഞ്ഞു. ഞാൻ അന്നത്തെ ഓരോ ദിവസം ശരിക്കും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ എന്തൊരു സന്തോഷമുള്ള നിമിഷങ്ങളല്ലേന്ന് ചോദിച്ചു. വിക്രം പറഞ്ഞു, അത് ശരിയാന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് സമയം കൂടെ അവർ അവിടെ സംസാരിച്ചിരുന്നതിന് ശേഷമാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. കയറി വന്ന് മുറിയിലേക്ക് വേദ പോയി നോക്കുമ്പോൾ അനിയൻകുട്ടനെ കാണുന്നില്ല. ബെഡിൽ കിടന്നാണ് അനിയൻകുട്ടനെ കാണുന്നില്ല. വിക്രം എന്ന് പറഞ്ഞു ഒറ്റ വിളിയായിരുന്നു, അനിയൻകുട്ടൻ ഇവിടെ കാണുന്നില്ല എന്ന് പറഞ്ഞു. ബാത്റൂമിലുണ്ടോയെന്ന് നോക്ക്. ബാത്റൂമിൽ നോക്കിയപ്പോൾ അവിടെ ഇല്ല. അയ്യോ, ഇതെവിടെ പോയി? ആകെപ്പാടെ രണ്ടുപേർക്കും ടെൻഷനായി. അവർ പാറയുടെ അവിടെ പോയിരുന്നതുകൊണ്ട് ശ്രദ്ധിച്ചില്ല, തൊട്ടടുത്ത് തന്നെയാണ്, പക്ഷെ ശ്രദ്ധിച്ചില്ലായിരുന്നു. ഒടുവിൽ വേദയും വിക്രം കൂടെ അനിയൻകുട്ടാന്ന് വിളിച്ചുകൊണ്ട് ആ തേയിലത്തോട്ടത്തിൽ കൂടെയൊക്കെ പരതി നടക്കുവാണ്. എങ്ങോട്ടാ പോയത് എന്താണെന്നും അറിയത്തില്ലോ. ഒടുവിൽ അങ്ങനെ വിളിച്ച് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേനും അവിടെ താഴെ ആ തേയിലത്തോട്ടത്തിനകത്ത് പതുങ്ങിയിരിക്കുന്നുണ്ടായിരുന്ന അനിയൻകുട്ടന് ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടിപ്പോയി. എങ്ങാനും ഇനി ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയതാണോ, മുമ്പത്തെ പോലെ എന്തെങ്കിലും അപകടം ഉണ്ടായതാണോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല, പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അപകടമൊന്നും ഉണ്ടാവാതിരുന്ന് കഴിഞ്ഞപ്പോഴാണ്
വിക്രത്തിന് സമാധാനം ചെയ്ത് വിക്രം പറഞ്ഞു, എന്താ അനിയൻകുട്ടാ നീ ഇതെന്ത് പരിപാടിയാണ് കാണിച്ചേ, ഇതെങ്ങോട്ടാ ഇറങ്ങിപ്പോയത്, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചായിരുന്നെങ്കിലോ, ഞങ്ങൾ ആകെപ്പാടെ ഭയന്നു പോയെന്ന് പറഞ്ഞു. പിന്നീട് അനിയൻകുട്ടനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. ഒരു കാര്യം വിക്രത്തിന് മനസ്സിലായി, അനിയൻകുട്ടനെ തനിച്ചാക്കിയിട്ട് ഒരിടത്തും പോകാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ണ് തുറന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ആരെയും കാണാതെ വന്നപ്പോൾ പേടിച്ചിട്ട് ഇറങ്ങി പോയതായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും ഗീവർഗീസ് രാവിലെ തന്നെ വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വിക്രം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതെ, ഇവിടുത്തെ അടുത്ത പള്ളിയിൽ ഒരു സൈക്കാട്രിസ്റ്റ് വരുമെന്ന് പറഞ്ഞല്ലോ, ഒരു ഡോക്ടർ ജോർജ്. ആ ഡോക്ടർ എന്താ പറയണേന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ അടുത്ത ദിവസം വരുമായിരിക്കും എന്ന് പറഞ്ഞു. എന്താ വിക്രം? അല്ല, അനിയൻകുട്ടനെ ഒന്ന് കാണിക്കാനായിരുന്നു പറഞ്ഞു. അതാണോ? അത് ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് പറയാം. പേടിക്കൊന്നും വേണ്ടെന്നേ, പേടി കിട്ടിയതാണെങ്കിൽ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനാ പറ്റുമെന്ന് പറഞ്ഞു. പിന്നെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞാൽ മതി, അച്ഛൻ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് തരും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഇടയ്ക്ക് എപ്പോഴേലും ചേട്ടന് സമയം കിട്ടുമ്പോൾ ഇങ്ങോട്ടേക്ക് വന്നാൽ മതി, ഞാനും കൂടെ വരാം, നമുക്ക് അനിയൻകുട്ടനെ ഒന്ന് കൊണ്ടേ കാണിക്കാമെന്ന് പറഞ്ഞു. അതിന് സമ്മതമായിരുന്നു ഗീവർഗീസിന്. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഗീവർഗീസ് അങ്ങോട്ട് അവിടുന്ന് പോകുന്നത്. സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് വിക്രം തൻ്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം, കണ്ടെത്തി തരാമെന്നൊക്കെ വാക്ക് കൊടുത്തിട്ടാണ് പോയത്. ഈ സമയത്ത് വാസവൻ ജോണിയെ വിളിക്കുന്നുണ്ട്. ജോണി അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ജോണിയെ ചോദ്യം ചെയ്യുന്നുണ്ട്. ചോദ്യം ചെയ്യാന്ന് പറഞ്ഞാൽ, നിങ്ങൾ പുളിക്കനെ കാണാൻ പോയ കാര്യം വേറെ ആർക്കെങ്കിലും അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ജോണി പറഞ്ഞു, ഇല്ല സാറേ, ആർക്കും അറിയണ്ടായിരുന്നില്ല. അല്ല പിന്നെ അവൻ അവിടെ ഉണ്ടെന്ന് എങ്ങനെയായിരിക്കും ഈ പറയുന്ന പുളിക്കൻ്റെ കൊലയാളികൾ അറിഞ്ഞെന്ന് ചോദിച്ചു. അതിപ്പോൾ എനിക്കറിയില്ല, ഞങ്ങൾ പോകുന്ന സമയത്ത് അനിയൻകുട്ടൻ അവിടെ ഉണ്ടായിരുന്നു, ഞാനും ജോസഫും കൂടെ പുറത്ത് പോയി ഇച്ചിരി മദ്യം കഴിക്കാമെന്ന് ഓർത്ത് പോയതാ, പക്ഷേ സമയം പോയത് അറിഞ്ഞില്ല, തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊക്കെ കണ്ടേന്ന് പറഞ്ഞു. അല്ല നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ആരെങ്കിലും കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. ഇല്ല സാറേ, ആരെയും കണ്ടില്ല എന്നൊക്കെ പറഞ്ഞു. ജോണി വിദഗ്ധമായിട്ട് കള്ളത്തരം പറയാണ്. ശരി, ഞാൻ ചോദിച്ചെന്നുള്ളെന്ന് പറഞ്ഞു. ജോണിക്ക് പേടിയായി, ഇനിയിപ്പോൾ തന്നിൽ എന്തെങ്കിലും സംശയം തോന്നുമോ, ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്നായിരുന്നു, സ്ഥാനെങ്ങാനും ചതിച്ച് നാളെ പിന്നെ തന്നെ ജീവനോടെ വെച്ചേക്കില്ല. അതൊക്കെ ഓർത്തവും വല്ലാത്തൊരു ബുദ്ധിമുട്ട്. പിന്നീട് ജോണി ശ്രീകാന്തിനെ വിളിക്കുകയാണ്. ശ്രീകാന്തിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. സാറേ, വാസവ സാറിന് എന്തൊക്കെയോ സംശയങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ മേലിൽ. സംശയം? അതെ, ആ പുളിക്കിൻ്റെ അടുത്തേക്ക് കൃത്യമായിട്ട് ഗുണ്ടകൾ എങ്ങനെ വന്നേന്നൊക്കെ ഒരു സംശയമുണ്ട്. ഇനിയിപ്പം ഞാനെങ്ങാനും ഒറ്റ കൊടുത്താണെന്ന്. എടോ, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലോ അല്ലേ? എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന കാര്യമാണ് സാറേ, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ശരി, ഒരു കാരണവശാലും പിടി കൊടുത്തേക്കല്ല, അറിയാലോ, പിടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ താനും ഞാനൊന്നും ഇല്ല. ഇല്ല സാറേ, അത് സാറിനേക്കാളും കൂടുതലായിട്ട് എനിക്കറിയാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ശങ്കരനാരായണൻ കമ്പനിയിലേക്ക് ചെല്ലുവാണ്. അപ്പോൾ ശങ്കരനാരായണൻ അങ്ങനെ കമ്പനിയിലൊന്നും പോവാറില്ലായിരുന്നു. അപ്പോൾ ശങ്കരനാരായണൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇനി VRS എടുക്കണം, VRS എടുത്ത് കമ്പനിയിലെ കാര്യങ്ങളൊക്കെ നോക്കണം, മേൽനോട്ടം വഹിക്കണം. അങ്ങനെ പതിവിലും വിപരീതമായിട്ട് ശങ്കരനാരായണൻ കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് ചോദിച്ചു, എന്താ അച്ഛാ, അച്ഛനെന്താ ഇന്ന് കോർട്ടിലേക്ക് പോയില്ലെന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ ലീവ് എടുത്തെന്ന് പറഞ്ഞു. അതെന്താ അച്ഛാ, ലീവ് എടുത്തിട്ട് എന്തിനാ കമ്പനിയിലേക്ക് വന്നെന്ന് ചോദിച്ചു. കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ, കുറേ കാലമായാലും ഞാൻ ഈ കമ്പനിയിലേക്ക് വന്നിട്ട്, നീ തന്നെയല്ലേ എല്ലാം നോക്കുന്നേ, പിന്നെ ഇനിയിപ്പം വെറുതെ ഒന്ന് വന്ന് നോക്കിയിട്ട് പോകാമെന്നൊക്കെ കരുതിയെന്ന് പറഞ്ഞിട്ട് ശങ്കരനാരായണൻ എന്ത് ചെയ്തു, അവിടെയൊക്കെ കയറി നടക്കണം. അത് മാത്രമല്ല കുറച്ച് ഫയൽസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അത് കണ്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന് ആകെപ്പാടെ ടെൻഷനായി. അച്ഛൻ എന്തിനുള്ള പുറപ്പാടാന്ന് അറിയത്തില്ല. താനിവിടെ കാണിച്ചു വെച്ചിരിക്കുന്ന കള്ളത്തരങ്ങളൊക്കെ അച്ഛൻ പിടികൂടിയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു, തൻ്റെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും. പിന്നീട് ശങ്കരനാരായണ കമ്പനിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ശ്രീകാന്തിന് അപകടം മണത്തു. ശ്രീകാന്തിന് മനസ്സിലായി തനിക്കിട്ട് പണി കിട്ടുമോ എന്നൊരു പേടിയുണ്ട്. അച്ഛനെ ഇതിനകത്തേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമെന്നറിയാം. പിന്നീട് ശങ്കരനാരായണൻ പറഞ്ഞു, അതെ ശ്രീകാന്തെ, എന്താണെങ്കിലും ഈ വർഷത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ എനിക്ക് നോക്കണമെന്ന് പറഞ്ഞു. അതെന്താ വെച്ചാൽ പെട്ടെന്ന് ഇങ്ങനെ? കമ്പനി അല്ലേ, കാരണം വേദയ്ക്കൂടെ അവകാശപ്പെട്ട കമ്പനി, വേദയുടെ കമ്പനി എന്ന് തന്നെ പറയാം. അപ്പോൾ പിന്നെ അവളെ ഏതെങ്കിലും കാലത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് കമ്പനി കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ, കണക്കുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം വേണ്ടേ? ഞാനല്ലേ നിന്നെ കമ്പനി ഏൽപ്പിച്ചേ, അത് വേദയ്ക്ക് തിരക്കായതുകൊണ്ട് മാത്രമാണ്. പിന്നെ ഉത്തരം പറയാനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന് പറഞ്ഞു. ശ്രീകാന്തിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണിതെന്ന്. കാരണം അച്ഛനും കൂടെ ചേർന്നിട്ട് പണി തരുവാന്നൊരു ചിന്ത മനസ്സിലേക്ക് വന്നു. പിന്നീട് ശങ്കരനാരായണൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്രശേഖരൻ പിന്നെ വിളിക്കുകയാണ്. ചന്ദ്രശേഖരനെ വിളിച്ചിട്ട് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കാര്യങ്ങളൊക്കെ തിരക്കുന്നൊക്കെ പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അത് അപകടമാണ്, ഒരു കാരണവശാലും കൃത്യമായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊന്നും കൊടുക്കരുത്, നിനക്കറിയാലോ. അതൊക്കെ എനിക്കറിയാം അച്ഛനൊന്നും ഓർത്ത് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റേതായ രീതിക്ക് നിന്നോളാം. ഇനി ഒരു കാരണവശാലും ഈ കമ്പനിയിൽ വേറെ ആരും വരാൻ പോകുന്നില്ല, ഞാൻ തന്നെയായിരിക്കും ഈ കമ്പനി കൈകാര്യം ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. ചന്ദ്രശേഖരൻ പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പാടില്ലെന്നൊക്കെ പറയണം.
അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. എന്താണെങ്കിലും ഇനിയിപ്പോൾ ആ സ്ഥാനത്ത് ഇനി വരാൻ പോകുന്ന വിക്രമായിരിക്കും ശ്രീകാന്തിൻ്റെ സ്ഥാനത്ത്. കാരണം വേദയുടെ പേരിലെ കമ്പനികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ശ്രീകാന്തിനെക്കോലും കൂടുതൽ അവകാശം ഇനിയിപ്പോൾ അവിടെ വിക്രത്തിനായിരിക്കും. വിക്രമായിരിക്കും ആ കസര കയറിയിരുന്ന കാര്യങ്ങളൊക്കെ നടത്താൻ പോകുന്നത്. വിക്രത്തിൻ്റെ പേര് കേസില്ലാതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേദ ഉറപ്പായിട്ടും വിക്രത്തിനെ വിടത്തില്ല. വിക്രത്തെ കമ്പനിയിലേക്ക് പിടിച്ചു നിർത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.